എൻ ശ്രീകുമാർ കൂടിയുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ഇന്ത്യ മുന്നണിയുടെ യോഗം അവസാനിച്ചു. കെജ്രിവാൾ നാളെ ജയിലിലേക്ക് പോവുകയാണ്. അതിന് മുൻപ് നടത്തിയ അദ്ദേഹത്തിന്റെ കൂടെ സൗകര്യാർത്ഥം നടത്തിയ യോഗമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സർപ്രൈസ് പ്രധാനമന്ത്രി വരുമെന്നുള്ളതാണ്. തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറയുന്നു. RJD പറഞ്ഞു അല്ലെ. സർപ്രൈസ് പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു വാക്ക്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം അത്രത്തോളം ഉണ്ട്. അങ്ങനെ അത്ര വലിയ ആത്മവിശ്വാസത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സർ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായ ഐക്യവും അത് BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഉണ്ടാക്കിയ വിഹ്വലതയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ടം ഇന്ന് 6:30 അവസാനിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അമ്പരപ്പും എനിക്കില്ല. കാരണം കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് ഒരു കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ കക്ഷി എന്നുള്ള ചിന്ത തൽക്കാലം മാറ്റിവെച്ച് ഘടകകക്ഷികൾ എല്ലാ വിശ്വാസത്തിലെടുത്ത് എല്ലാവർക്കും സീറ്റ് നൽകി എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തി ഏതാണ്ട് 300-ലധികം പൊതുയോഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമായിട്ട് നടത്തി. രാഹുൽ ഗാന്ധിയും 80 കഴിഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയും കൂടി നടന്ന് പ്രചരണം നടത്തി. ഇതിനെല്ലാം ഫലം അവരിൽ കാണും, അവരുടെ മുഖത്ത് പ്രതിഫലിക്കും. അത് കെജ്രിവാൾ നാളെ ജയിലിൽ പോകുന്നതുകൊണ്ടല്ല ഇന്ന് അവർ യോഗം നടത്തിയത്. കെജ്രിവാൾ ജയിലിൽ പോകുന്നുള്ള നേരത്തെ തന്നെ സുപ്രീം കോടതി 2-3 ദിവസം മുമ്പ് തന്നെ തീരുമാനിച്ച. ഇന്ത്യ മുന്നണി ഇന്നത്തെ യോഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരികയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം അവർക്ക് നിലനിർത്തേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചർച്ചാ വിഷയമായ കാര്യം, ഈ എക്സിറ്റ് പോൾ ചർച്ചകൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിരുന്നു. സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകർക്ക് അതൊരു അതിശയമായിരുന്നു, എന്താണ് ഇങ്ങനെ തീരുമാനിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം എക്സിറ്റ് പോളുകൾ BJPയെ സഹായിക്കാനാണെന്നാണ് സാർ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വന്നത്. അദ്ദേഹത്തിന് തന്നെ സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഈ ചർച്ച കയറുന്നതിന് മുമ്പ് നമ്മൾ പല ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായുള്ള നമ്മുടെ കേരളത്തിലെ ചില നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ അമ്പരന്നു, എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ വിട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും വൈകിയാണെങ്കിലും കോൺഗ്രസിന് അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കാം. 7 മണി മുതൽ ആളുകൾ ഉണ്ടാവും. നല്ലതാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് കോൺഗ്രസ് അങ്ങനെ വിട്ടു നിൽക്കേണ്ട തീരുമാനം? അത് വേണ്ട. അല്ല, അപ്പം അങ്ങനെ ഒരു അമ്പരപ്പിക്കുന്ന നീക്കം വന്നപ്പോൾ അതൊരു ചർച്ചയായി. കാരണം ഇന്ന് രാവിലെ അമിത്ഷായുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഒളിച്ചോടുകയാണെന്ന്. അപ്പോൾ ഈ ചർച്ച ഏകപക്ഷീയമായി പോകുമ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ പ്രതിനിധികൾ മാത്രം വന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ എതിർ കക്ഷികൾ ഇല്ലെങ്കിൽ അത് ഏകപക്ഷീയമായി പോവുകയും അത് കോൺഗ്രസ് പ്രവർത്തകരിലും ഇന്ത്യ മുന്നണി പ്രവർത്തകരിലും ഒക്കെ ഒരു ആത്മവിശ്വാസത്തിന് ഉടവ് തട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അവർ പറഞ്ഞ കാരണം വളരെ അവർക്ക് ന്യായീകരിക്കത്തക്ക കാരണമാണ്. കാരണം ഏകപക്ഷീയമായി എന്ന് പറയാൻ കാരണം ഈ അഭിപ്രായ നമ്മളുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന, അതായത് വോട്ടെടുപ്പിന് മുമ്പ് നടത്തിയ അഭിപ്രായ സർവേകളും ആ വോട്ടെടുപ്പിന് ഒരു ഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് തുടങ്ങാൻ നേരത്ത് നടത്തിയ ചില അഭിപ്രായ സർവേകളൊക്കെ കാണുമ്പോൾ അതൊക്കെ BJPക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഉത്തർപ്രദേശത്ത് ഇന്ത്യ മുന്നണിയും അഖിലേഷ് യാദവും കോൺഗ്രസും ഒക്കെ കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ 74, 75, 76 സീറ്റൊക്കെയാണ് ഒരു ഏജൻസികൾ BJPക്ക് കൊടുത്തത്. നോക്കൂ, അവിടെ ഈ അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തേജസ്വി യാദവിൻ്റെ ഒക്കെ ഉദ്യോഗങ്ങളിൽ വന്ന ജനക്കൂട്ടവും നരേന്ദ്രമോദിയുടെ ജനക്കൂട്ടത്തിൽ വന്ന ഇടിയുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് പറയുന്നതിന് മറ്റൊരു കാരണം ഒരു വർഷം മുമ്പിലെ പിന്നാക്കം പോവുക. അന്ന് കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ചില ചാനലുകളിലെ അവതാരകരെ കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന്. കാരണം അതിനൊക്കെ തക്കതായ കാരണങ്ങളുണ്ട്. വെറുതെ ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്തിനാണ്? സാർ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് UPയിൽ ഇത്തവണ? ഈ ഒരു സഖ്യം ഫലപ്രദമായി വർക്ക് ചെയ്ത ഒരു ഇന്ത്യ സഖ്യം വർക്ക് ചെയ്ത ഒരു സ്റ്റേറ്റ് കൂടിയാണല്ലോ UP. എത്ര സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് കിട്ടുമെന്നാണ് സാറിന്റെ ഒരു പ്രതീക്ഷ? അല്ല, അങ്ങനെയല്ല. നമ്മൾ സീറ്റ് കിട്ടുമെന്ന് പറയാൻ നമ്മൾ ആരാണ്? അതായത് ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 79 78 ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടി അവിടെ വീണ്ടും അധികാരത്തിൽ വന്ന ശേഷം യോഗിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോൾ അവിടെ BJPക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം.
അങ്ങനെ വരുമ്പോൾ 2019 നരേന്ദ്രമോദിക്ക് എന്ന ആ ഒരു ഏക നേതാവിലേക്ക് BJP ഒതുങ്ങിയ പോലെ ഇത്തവണ UP-യിൽ നമ്മൾ ഒരു നീക്കവും കണ്ടില്ലെന്ന് മാത്രമല്ല അയോധ്യ ക്ഷേത്ര നിർമ്മാണം അവിടെ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. അത് മാത്രമല്ല അവിടെ ഒരുപാട് വിഷയങ്ങളിലെ അതായത് നമ്മുടെ ഈ മുത്തലാഖ് വിവാദമാണെങ്കിലും പൗരത്വ ഭേദഗതി ആണെങ്കിലും ഇതൊക്കെ ചർച്ചയാണെങ്കിൽ പോലും അവിടെ ഭൂരിപക്ഷവും ഉന്നയിച്ചൊരു ആവശ്യം തൊഴിലെവിടെ എന്നുള്ളതാണ് യുവാക്കൾ ചോദിച്ചത്. അവിടെയാണ് 2 യുവ നേതാക്കൾ ഒന്നിച്ചു വന്ന് ഞങ്ങളുണ്ട് ഈ അധികാരം പിടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞ് അറിയാമല്ലോ, യോഗത്തിൽ പ്രസംഗിക്കാതെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ യുവ നേതാക്കൾ നമ്മൾ കണ്ടതാണ്, ആ വലിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതെല്ലാം വോട്ടായിട്ടുണ്ടോ എന്നതിന്റെ ആദ്യ സൂചനയാണ് വരാൻ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ വലിയ